ഗൈസ് മീനടിച്ചു പോനെ. ഹലോ മച്ചാമാരെ, കൊച്ചത്ത് ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഗൈസ്. മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പന്തളത്ത് ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പോയപ്പോൾ തന്നെ മീൻ്റെ ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ മീനെ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടെ ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ മീനെ കിട്ടിയില്ല, നമുക്ക് നോക്കാം. അതിന് മുന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യത്തെ കാണുന്ന കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ മച്ചാമാരെ, നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു കുഞ്ഞും ഫ്രോഗ് യൂസ് ചെയ്യുന്ന നമ്മൾ ഇന്ന് വരാലിനെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കുറച്ച് പരിപാടി കാണിച്ചു തരാം. അപ്പോൾ മച്ചാമാരെ, ഈ ഒരു സംഭവം നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് വന്നേക്കുന്നത് 11 ഗ്രാമിൻ്റെയാണ്. 450 രൂപ വില വരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നോക്കി ഗീസ്, നമുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാനൊരു റെഡ് കളറാണ്. അപ്പോൾ എന്തായാലും നമ്മളെടുത്ത് ഇതിൻ്റെ റബ്ബർ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഗീസ് അടിപൊളിയായിട്ടുണ്ട്. 2 സ്പിന്നർ കാര്യങ്ങൾ വരുന്നുണ്ട്. മീനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഗീസ്, നല്ല ഹുക്കപ്പ് ആകും. ഓക്കെ, നല്ല രീതിക്കുള്ള ഹുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സിവിൽ കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വരാലിനെ പിടിച്ച് നോക്കാവേ. അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ നമ്മൾ കണ്ടത്തിൽ കൂടെ ഫിഷിങ്ങിന് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മളങ്ങനെ വയലിൽ കണ്ടത്തിൻ്റെ ഇപ്പുറം ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടേക്കാണ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ. നമുക്ക് ഇതുവഴി എപ്പോഴെന്ന് കയറാം. ഇവിടെ കുറച്ച് ടാസ്ക് ഉള്ളൊരു ഏരിയ കൂടാണ് ഗൈസ്. മുന്നോട്ടേക്ക് ഗൈസ്, കാണാൻ എന്ത് അടിപൊളിയാണ് ഗൈസ്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. കാണാൻ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ അടിപൊളി ഒരു കണ്ടത്തിലാണ് വന്നേക്കുന്നത്. ഈ സ്ഥലം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതൊക്കെ പിന്നെ പറയാം. മീൻ വെച്ച് ഗൈസ്, നമുക്കൊരു ചൂട്ട മീൻ അടിച്ചേ ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, നോക്കി ഗൈസ്, വിഷയസാണ്. നല്ല അടിപൊളി ഒരു ഏറ്റൊരു മരല കേട്ടോ. നോക്കി ഗൈസ്, ഒരു ചിമിട്ടൻ്റെ ഒരു വരലടിച്ചു കേട്ടോ. നോക്കി ഗീസ്, ഇതിൻ്റെ ഒരു ഇപ്പോൾ ഗീസ് എൻ്റെ ഹുക്കൊക്കെ അടിച്ച് ഇറങ്ങി നോക്കി ഇത് നല്ല രീതിക്ക് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു അടിപൊളിയൊരു വരലടിച്ചേ. അപ്പോൾ നല്ല സൂര്യൻ ഉദിച്ച് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ക്ലൈമറ്റാണ്. നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ച് കയറിയിട്ടുമുണ്ട്. തരക്കടില്ലാത്തൊരു ഹെവി സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാസ്റ്റിങ് തുറന്നുകൊണ്ടിരിക്കുകയാണേ.
ഗൈസ് നോക്കിയ ഗൈസ് ഇവിടെ ഒരു ആമ അതിൻ്റെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ആമച്ചാര് കിടപ്പുണ്ടേ. നമ്മളതിനെ ശല്യം ചെയ്യുന്നില്ല. നമ്മുടെ പരിപാടി തന്നെ തുടരുവാണ്. ഇങ്ങോട്ട് തന്നെ കാസ്റ്റ് കേട്ടോ. അവിടെ വീണ്ടും ഇന്ന് കാര്യമാണ് തോന്നുന്നു. നല്ല രീതിക്ക് വെട്ടുന്നുണ്ട് കേട്ടോ. കാര്യമാണെന്ന് തോന്നുന്നു. നല്ല രീതിക്ക് വെട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിക്ക് നമ്മളെ കഴിഞ്ഞ ഓട്ടം ഇവിടെ വന്നപ്പോഴേ നല്ല പായൽ കടന്നൊരു റോസ് കളർ പിങ്ക് കളർ പൂവുള്ളൊരു സൈറ്റാണേ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒന്ന് കാസ്റ്റ് കേട്ടോ. കൊച്ചു കള്ളി ഗൈസ്. പശു കയറി അങ്ങ് മെയ്യും അതിനകത്ത് കയറി ഗൈസ്. ഇവിടെയുള്ള പശുവിനൊക്കെ നല്ലതാണ് ഗൈസ്. ഇഷ്ടം പോലെ ഫുഡ് അടിച്ചിങ്ങനെ കിടക്കല്ലോ. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ പോച്ച കുറച്ചൊക്കെ പശുക്കട വരും. പറയേ കള്ളി നീ അവിടെ പോടി ഗൈസ്. ഇന്നെ അയച്ചു വിട്ടേക്കോ അവിടെ. ഇത് എൻ്റെ ഫ്രണ്ടിലങ്ങ് നടക്കുമോ. എൻ്റെ ബോഡി ഗാർഡാണ് കേട്ടോ. പശുമ ബോഡി ഗാർഡായിട്ട് ഇങ്ങനെ നടക്കുവാണേ. നമുക്ക് എൻ്റെ ഇവിടെ ഒരു സൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയും കൂടെ ഒന്ന് കാസ്റ്റ് വെക്കാം. കാറ്റാണ് ഗൈസ്. കാറ്റായതുകൊണ്ട് ഇതുവഴിയാ പോകുന്നത്. ഒരു പിടുത്തവും ഇല്ല. ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത് കൊണ്ട് ആ ഒരു സ്പോട്ട് കേട്ടോ. പക്ഷേ കാറ്റ് പിടിച്ച് വേറെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുവന്ന് നമുക്ക് അങ്ങോട്ടറിയാം. അപ്പം കാറ്റ് പിടിക്കും. ഓ മൊത്തം പോച്ചയുടെ വേണ്ടേ പോകുന്നു. ആടി ഓക്കെ ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ വീണ്ടും തിരിച്ച് അന്നേരത്തോട്ട് തന്നെ പോകട്ടോ. ഓ ഗൈസ് മീൻ പോയി ഗൈസ്. സെറ്റ് കറക്റ്റ് ഉക്കപ്പായില്ലല്ലോ എൻ്റെ പൊന്നെ. ചോടെ എനിക്ക് സാധനം തിരിച്ചു കളഞ്ഞല്ലോ. ഫുള്ള് ചണ്ടിയപ്പോൾ കേസ്. അത്ര വലുതല്ലായിരുന്നു, ചെറുതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എന്നത് ഊരിപ്പോയെ. ഷോ രണ്ടാമത്തെ മീൻ അടിച്ചാണെങ്കിൽ പോയി മിസ്സായിപ്പോയി. കര വരെ ഫ്ലോപ്പായിട്ട് വന്നതാണ്. പോയത് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വീണ്ടും കാസ്റ്റ് തന്നെ നോക്കാം. ഈ ഒരു ഭാഗത്ത് മീനുള്ളതുപോലെ തോന്നുന്നു കണ്ടിട്ട്. ഒരു മരമൊക്കെ ചാഞ്ഞ് നല്ലൊരു തണലും നല്ലൊരു കയവും പോലൊക്കെ എനിക്ക് തോന്നുന്നു. ആഹാ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ സാധനം വീഴാൻ പോവുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ സാധനം വീണിട്ടുണ്ട് ഗൈസ്. മീനടിച്ചു മോനെ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അവിടെ സാധനം കടാ. അവിടെ കയറി വാടാ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അവിടെ മീൻ കയറി കിടക്കാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നേ. നോക്കി ഗൈസ്, ഒരു അടിപൊളി ഒരു ചെറുമീന വരാല്ല കേട്ടോ. ഹെവി സാധനേ.
ഹെവി സാധനം കൈസ്. എങ്ങനെയുണ്ട് കൈസ് സാധനം നോക്കി, ചീമട്ടൻ ഹെവി സാധനേ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഗൈസ്, അവിടെ ഞാൻ അവിടെ തന്നെ കാസ്റ്റ് ചെയ്യുന്നു. കാരണം അവിടെ മീനുണ്ടെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം വെള്ളം കയറി കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലല്ലേ, നമുക്ക് അവിടും തന്നെ വീണ സ്ഥലത്ത് നിന്ന് ഒരു അടിപൊളി ഹെവി സാധനം, എങ്ങനെയൊന്നും 1 കിലോ വരുന്നൊരു ചിമിട്ടൻ സാധനം കേട്ടോ. എനിക്ക് വായൊക്കെ നോക്കി ഹുക്കപ്പൊക്കെ അടിച്ച് കയറ്റിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നോക്കി ഗൈസ്, എൻ്റെ മോനെ നോക്കി, ഒറ്റ ഹുക്കല്ല കേട്ടോ, ഈ ഒരു കുഞ്ഞു ഹുക്കലാ സാധനം കയറി പിടിച്ചേക്കുന്നത്. കറക്റ്റ് ഹുക്കും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ മനുഷ്യണ്ടോ തൊട്ടാ പോകും കണ്ടോ, തൊട്ട് കഴിഞ്ഞാൽ സാധനം ഒരു കൈ വരും. എന്നിട്ടും നമുക്ക് ആ സാധനത്തിനെ കിട്ടി കേട്ടോ. എൻ്റെ മോനെ വിഷയം കേസ്. അപ്പം എന്തായാലും ഇവനെ എടുത്ത് നമ്മുടെ കവലോട്ട് തന്നെ ഇട്ടത്. അപ്പോൾ എന്തായാലും തരക്കേടില്ലാത്തൊരു കിടിലും മുതലേ തന്നെ അടിച്ച് തരും കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഓക്കെ, നമ്മുടെ കുഞ്ഞു ഫ്ലോ ഉണ്ട്, നല്ല അടിപൊളി ഹെവി സാധനം കേട്ടോ. സാധനം അടിപൊളിയാണ്. സ്പിന്നറൊക്കെ തിരിച്ച് കളഞ്ഞു ചെറുക്കൻ. അടിപൊളി ഒരെണ്ണം തന്നെ അവിടെ കിട്ടി. ഇപ്പം വീണ്ടും നമ്മളിവിടെ തന്നെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് അവിടെ ഞാൻ ഒന്നുകൂടെ നോക്കണം. ഓക്കെ, വരെ നമ്മൾ അടിച്ചേറ്റിയ സാധനം ഒന്ന് കാണിച്ചു തരാവേ. മോനെ ഗൈസ്, വലിപ്പം നോക്കിയ ഗൈസ്, 2 വളഞ്ഞ് 2 ഒരേ വലിപ്പം കേട്ടോ. നോക്കി ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ കൈയുടെ കുറച്ച് വലിപ്പം ഉണ്ട് കേട്ടോ. കറക്റ്റ് രീതി കാണിക്കാൻ പറ്റത്തില്ലേ. ഇതാണെങ്കിൽ നമ്മൾ അടിച്ചേറ്റ് മുതൽ കേട്ടോ. അപ്പോൾ മച്ചന്മാരെ പന്തളത്ത് പോയിട്ട് നമുക്ക് 2 മീനെ അടിച്ച് കയറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മച്ചന്മാരെ അടുത്ത വീഡിയോ നമ്മൾ കിട്ടാനുള്ള മീനെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ അടുത്തൊരു കിട്ടാനുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.